ശ്രീ യുവരാജ് ഗോകുൽ, ഈ കർഷകർ ഡൽഹിയിലേക്ക് വരുന്നത് പാർലമെന്റ് ആക്രമിക്കാനോ ചെങ്കോട്ട പിടിച്ചെടുക്കാനോ ഒന്നുമല്ല. തങ്ങളുടെ ആവശ്യങ്ങൾ ഭരണാധികാരികൾക്ക് മുൻപിൽ വെക്കാൻ സമരം ചെയ്യാനാണ്. അവരെ ഇങ്ങനെ ശത്രു സൈന്യത്തെ നേരിടുന്നത് പോലെ നേരിടുന്നത് എന്തിനാണ്? ശത്രു സൈന്യത്തെ നേരിടുന്നത് പോലെയൊന്നുമല്ല അഭിലാഷയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ അവർ ഡൽഹിയിലേക്ക് വന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന കാര്യം എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഡൽഹിയിൽ സമരം ചെയ്ത് ട്രാക്ടറുകളുമായി മാർച്ച് ചെയ്ത് വന്ന് മാത്രമല്ലല്ലോ ചർച്ച നടത്താൻ കഴിയുന്നത്. ചർച്ച നടത്താൻ വേണ്ടിയിട്ട് എത്രയോ മാന്യമായ വഴികളുണ്ട്. ആ രീതിയിലൊക്കെ ചർച്ച നടത്താമല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് അവർ ചർച്ചയ്ക്ക് വരട്ടെ, ചർച്ച നടക്കും. ചർച്ച വളരെ ആരോഗ്യപരമായി തന്നെ ചർച്ച നടക്കട്ടെ. അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെന്റ്. അതിന്റെ പേരിൽ അതിന്റെ പുറത്ത് ചർച്ചകൾ നടക്കും. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ ആവശ്യങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണോ നടത്തി കൊടുക്കാൻ കഴിയുന്നത്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണോ നടത്തി കൊടുക്കാൻ കഴിയുന്നത്, അത് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇപ്പോ ഉണ്ടായിട്ടുള്ള ഒരു സമരമല്ല. കഴിഞ്ഞ സമരത്തിനൊടുവിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന വ്യഥയോടുകൂടിയാണ് ഒരു കൂട്ടം കർഷകർ വരുന്നത്. അവർ വാഹനങ്ങളിൽ മാത്രമല്ല, നടന്നു പോലും അതിർത്തി കടന്ന് മറ്റ് ബസ് അടക്കമുള്ള വാഹനങ്ങളിൽ ഡൽഹിയിലേക്ക് പോകാനുള്ള സാഹചര്യമില്ല. അല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും സമരങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ബുള്ളറ്റ് അല്ലല്ലോ ഫയർ ചെയ്യുന്നത്. കണ്ണീർ വാതക ഷെല്ലുകൾ തന്നെയാണ് സമരങ്ങൾക്ക് നേരെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ സംസ്ഥാന സർക്കാരുകളായിരുന്നാലും ശരി തന്നെയാണ്, കാലങ്ങളായിട്ട് കേന്ദ്ര സർക്കാരുകളായിരുന്നാലും ശരി തന്നെയാണ്, മാറി മാറി വന്നവര് കണ്ണീർ വാതക ഷെല്ലുകൾ തന്നെയാണ്. സമരത്തിന്റേതായ രീതിയുണ്ട്. ആ സമരത്തിന്റേതായ രീതിയിൽ തീർച്ചയായിട്ടും സർക്കാർക്കെതിരെ ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് ഉരുക്കും ഉപയോഗിച്ച് നമുക്ക് അടിച്ചമർത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അത് സമരത്തിനെ നേരിടുന്ന ജനാധിപത്യമായ രീതിയിൽ തന്നെയാണ് അതൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡ്രോണുകൾക്ക് വരുന്നതിന് മുമ്പ് ഡ്രോണുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഡ്രോണുകൾ ഉള്ളതുകൊണ്ട് ചെയ്യുന്നു. കണ്ണീർ വാതക ഷെല്ല് വരുന്നതിന് മുമ്പ് കണ്ണീർ വാതക ഷെല്ലുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ലല്ലോ പോലീസ്. ഇപ്പൊ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അഭിലാഷ് ഇവിടത്തൊന്നുമല്ല വിഷയം. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാളിലും വളരെയധികം ആനുകൂല്യങ്ങളാകട്ടെ, അവർക്ക് അർഹപ്പെട്ട രീതിയിലുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് അത്രയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് നിലവിൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചില കണക്കുകളിലേക്ക് മാത്രം വരാം. 2013-14 കാലഘട്ടങ്ങളിൽ 27,662 കോടി രൂപയാണ് ബഡ്ജറ്റ് അലോക്കേഷനിൽ കാർഷിക രംഗത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതെന്നുണ്ടെങ്കിൽ 2023-24 1,25,000 കോടി രൂപയാണ്. 25,000 കോടി എവിടെ കിടക്കുന്നു, 1,25,000 കോടി എവിടെ കിടക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് വെറുതെ ഒന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോ കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്ന പരിഗണന അതാണ്. മാത്രമാണോ PM കിസാൻ യോജന വഴി 11 കോടി കർഷകർക്കാണ്, 11.8 എന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും എന്റെ കയ്യിലുള്ള ഡേറ്റ അനുസരിച്ചിട്ട് 11 കോടി കർഷകർക്കാണ് 3 മാസം കൂടുമ്പോൾ 2,000 രൂപ വെച്ചിട്ട് വർഷം 6,000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏതാണ്ട് 2.81 ലക്ഷം കോടി രൂപ ഇതിനോടകം കർഷകർക്ക് കൊടുത്തു കഴിഞ്ഞു. അത് മാത്രമല്ല, ഫസൽ ഭീമ യോജന വഴി 1,46,664 കോടി രൂപയാണ് കാർഷിക രംഗത്ത് വിളനഷ്ടം എന്നതിന് വേണ്ടി മാത്രം കർഷകർക്ക് കൊടുത്തത്. അതിൽ തന്നെ 49.44 കോടി കർഷക ആപ്ലിക്കേഷൻസ് വരികയും 14.6 കോടി കർഷകർക്കാണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻസിനാണ് ഈ തുക കൊടുത്തിരിക്കുന്നത്. MSP എന്ന് പറയുന്നത് ഖാരിഫ്, റാബി, അതർ കൊമേഴ്ഷ്യൽ 1.5 ടൈം ആക്കി ഉയർത്തുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവരെന്തിനാണ് സമരം ചെയ്ത് നോക്കി, അവർ കുറെ ഡിമാൻഡുകൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. മാസം 10,000 രൂപ പെൻഷൻ പോലെയുള്ള ഡിമാൻഡുകൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, അവർ മാത്രം അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇതൊക്കെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ട ഇടങ്ങളാണ്. സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് UPA സർക്കാരിന്റെ കാലത്താണ് വലിയ കാർഷിക കടാശ്വാസ പദ്ധതി വന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ട്രംപ് കാർഡായി വന്നതാണ് ഈ കിസാൻ സമ്മാൻ നിധി. മാസം 6,000 രൂപ കർഷകർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഗെയിം ചേഞ്ചർ ആയിരുന്നു. അതൊക്കെ ഭരണകൂടങ്ങൾ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ കർഷക സമരങ്ങളുടെ സമയത്ത് സർക്കാർ പറഞ്ഞ ചില ഡിമാൻഡുകൾ, അന്ന് പറഞ്ഞ ഡിമാൻഡുകൾ, അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, അത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു സമരവുമായി കർഷക സംഘടനകൾ വരുന്നത്. അവർ ഒരു 10-15 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ BJPയുടെ സ്പോക്സ്മാൻ പറഞ്ഞതുപോലത്തെ അവകാശങ്ങളുടെ പ്രധാനപ്പെട്ട അവകാശങ്ങളല്ല. അവരുടെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസുമായി MSPയുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം അവർ പറഞ്ഞ സ്വാമിനാഥൻ കമ്മീഷൻ നടപ്പിലാക്കുക അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൻമോഹൻ സിംഗിന്റെ സമയത്ത് ഞാൻ കണക്കുകൾ ഏകദേശം 10 വർഷം കൊണ്ട് 75,000 കോടി രൂപയുടെ ലോൺ വേവർ, ഇത് പറഞ്ഞ പ്രധാനപ്പെട്ട ആവശ്യമാണ്. കർഷക ലോണിന്റെ വേവർ 75,000 കോടിയുടെ ലോൺ വേവർ ഏകദേശം 4.5 കോടി ഏറ്റവും അതിദരിദ്ര കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ BJPക്കാർ പറയും ആർക്കും ലോൺ വേവർ കൊടുക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മോദി സർക്കാർ ഭരിച്ചപ്പോൾ ഏകദേശം 8 ലക്ഷം കോടി രൂപയുടെ ലോൺ വേവറാണ് വൻകിട കോർപ്പറേറ്റുകൾ കൊടുത്തിട്ടുള്ളത്. 8 ലക്ഷം കോടി രൂപയുടെ വേവർ വൻകിട കോർപ്പറേറ്റുകൾ കൊടുത്തു. അല്ലാതെ 3-3.5 ലക്ഷം കോടി രൂപയുടെ മറ്റ് വലിയ ഗുണഗണങ്ങൾ കോർപ്പറേറ്റുകൾ ചെയ്തു. താങ്ങുവില മാത്രമല്ല, കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കാർഷിക കടങ്ങൾ എഴുതി തള്ളണം, സർഫാസി പോലുള്ള ഇത്തരം ആക്ടുകൾ പിൻവലിക്കണമെന്നാണ്. ആ കാര്യത്തിൽ നിലപാട് പറയാതെ ഞങ്ങൾ പിന്തിരിയില്ലെന്നാണ് കിസാൻ മസ്ദൂർ സംഘടന വളരെ 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 കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ വന്ന നരേന്ദ്രമോദി മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ ക്യാച്ച് വേർഡും മോദിയുടെ ഗ്യാരണ്ടി ആണല്ലോ. ഇവിടെ ഇപ്പോ കർഷകർ ഏറ്റവും ആദ്യം ഉന്നയിക്കുന്ന വിഷയം എന്താണ്?
താങ്ങുവില സംബന്ധിച്ച ഒരു ഗ്യാരണ്ടി ഞങ്ങൾക്ക് വേണം. അതായത് അതിനൊരു ലീഗൽ ഫ്രെയിംവർക്ക് വേണം. താങ്ങുവില കർഷകന് ഉറപ്പാക്കുന്ന വിധത്തിലുള്ള നിയമം ഉണ്ടാകണം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല അഭിലാഷ്. ഇതിനകത്ത് നിലവിൽ തന്നെ 1.5 മടങ്ങ് താങ്ങുവില നൽകുന്നുണ്ട്. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ 50% എങ്കിലും പ്രോഫിറ്റ് വരുന്ന തരത്തിലാണ് നിലവിൽ തന്നെ MSP നമ്മുടെ രാജ്യത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ MSP ഒന്നും കൊടുക്കാതെ കർഷകരെ വലിയൊരു കടക്കടിയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഒന്നും നിലവിൽ എങ്ങും തന്നെ ഇല്ല. അത് ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം അതല്ല, 99% കർഷകർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 11.8 കോടി കർഷകർ ഈ പറയുന്ന 6000 രൂപ ഈ പ്രൈം മിനിസ്റ്റർ PM കിസാൻ സമ്മാൻ നിധി മാത്രമാകുന്നുണ്ട് 12 കോടി. ആ 12 കോടിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എത്ര ആയിരം പേരാണ് അവിടെ സമരം ചെയ്യുന്നത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം. ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഇത്രയും യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടല്ലോ, ഇവിടെ എവിടെയാണ് ഈ പറയുന്ന ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശബരിനാഥൻ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ അദ്ദേഹം എന്തിനാണ് അവരിങ്ങനെ വീണ്ടും വീണ്ടും നുണ ആവർത്തിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 8 ലക്ഷം കോടി രൂപയുടെ ലോൺ വെയ്വർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ് അദ്ദേഹം വളരെ ബുദ്ധിപരമായി ട്വിസ്റ്റ് ചെയ്ത് വെയ്വർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വെയ്വർ അല്ല ശബരിനാഥ, റൈറ്റ് ഓഫ് ആണ്. റൈറ്റ് ഓഫ് എന്താണെന്ന് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരേണ്ടി വരില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം കിട്ടാക്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് ഓഫിലേക്ക് മാറ്റിയിട്ട് അത് പിന്നീട് ജപ്തി പോലുള്ള അല്ലാന്നുണ്ടെങ്കിൽ ആ വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ മാറ്റുന്നതിനെയാണ് റൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. റൈറ്റ് ഓഫും വെയ്വ് ഓഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു കോർപ്പറേറ്റിന്റെയും കടം ഇവിടെ വെയ്വ് ഓഫ് ചെയ്തിട്ടില്ല, റൈറ്റ് ഓഫ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ താങ്കൾ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച്, അല്ല താങ്കൾ മനഃപൂർവ്വം പറഞ്ഞാണ്, താങ്കൾ അറിയാത്തത് കൊണ്ട് പറഞ്ഞാണ്, താങ്കൾ ഒരുപാട് അറിവുള്ള ആൾ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ചിട്ട് 2007 പാർലമെന്റിൽ ഉന്നയിക്കുന്ന സമയത്ത് അന്ന് കാർഷിക സഹമന്ത്രി ആയിരുന്ന ശ്രീ KV തോമസ്, ഇന്ന് അദ്ദേഹം CPM-ന്റെ കൂടെയാണ്, അദ്ദേഹം അന്ന് പാർലമെന്റിൽ പറയുന്നത് ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ് എന്നും ഇറ്റ് വിൽ ഡിസ്റ്റോർട്ട് ദ മാർക്കറ്റ് എന്നുമാണ് അദ്ദേഹം അന്ന് പറയുന്നത്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഉൽപാദകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര ലാഭം കിട്ടിയാലും അതിൽ സന്തോഷം തന്നെയാണ്. അത് ഏത് മേഖലയിലുള്ള നിർമ്മാതാക്കളായിക്കോട്ടെ, കർഷകരായിക്കോട്ടെ, മറ്റു മേഖലയിലായിക്കൊണ്ട് പോട്ടെ. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതുകൊണ്ട് വില പിടിച്ചു നിർത്തുക എന്ന് പറയുന്ന കാര്യം കൂടി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ 140 കോടി പേർക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഭരിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ അതിവൈകാരികമായിട്ട് അന്നമൂട്ടുന്ന കർഷകർ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു ഭാഗത്തിലേക്ക് മാത്രം നമ്മൾ അങ്ങനെ നമുക്ക് അതൊരു ഇംബാലൻസ് ടോട്ടലി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് UPA ഗവൺമെന്റ് തന്നെ പറഞ്ഞത് ഇറ്റ് വിൽ ഡിസ്റ്റോർട്ട് ദ മാർക്കറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കൗണ്ടർ പ്രൊഡക്റ്റീവ് എന്ന് UPA ഗവൺമെന്റ് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലക്ഷങ്ങളാണ് ഇവിടെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആത്മഹത്യ ചെയ്തത്, കർഷകർ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് കേട്ടു. 2005, 2006, 2007, 2008 കാലഘട്ടങ്ങളിൽ UPA സർക്കാരിന് പിന്തുണ കൊടുത്തിരുന്ന ഇടതുപക്ഷം തന്നെയാണല്ലോ. ഇപ്പോഴത്തേക്കാളും കൂടുതൽ കർഷക ആത്മഹത്യകൾ ആ വർഷങ്ങളിൽ നടന്നിട്ടുണ്ട് സാർ. അന്ന് നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് നിങ്ങളുടെ ഈ പറയുന്ന കർഷക സമരങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങൾ കർഷകരെയും കൊണ്ട് എന്താ ആ സമയത്ത് ഡൽഹിക്ക് പോകാതിരുന്നത്? ആ സമയത്ത് ഡ്രോൺ വേണ്ട, മുള്ളുവേലി വേണ്ട എന്നൊന്നും പറയാൻ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? അപ്പൊ അതിനേക്കാളും താഴ്ന്ന ലെവലിലാണല്ലോ ഇപ്പോ ഈ പറയുന്ന കർഷക ആത്മഹത്യകളായാലും എന്തായാലും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാത്രം താങ്കൾക്ക് എവിടുന്നാണ് ഈ അതിവൈകാരികത കടന്നു വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കാർഷിക മേഖലയിലുള്ള ഇടപെടലുകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത് കാർഷിക രംഗത്തെ പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിലാവണം. അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ GDP-യുടെ പെർസെന്റേജ് ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. ഇത് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മുടെ കാർഷിക രംഗത്തെ എക്സ്പോർട്ട് ഏത് തരത്തിലാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ എക്സ്പോർട്ടിന്റെ കാര്യം മാത്രം പറഞ്ഞുതരാം. വീറ്റ് എക്സ്പോർട്ട് 425 കോടിയിൽ നിന്നും ഒരു വർഷത്തെ കണക്ക് മാത്രമാണ് 2019, 20, 2021 എത്തിയ കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. 3283 കോടി രൂപയിലേക്കാണ് വീറ്റ് എക്സ്പോർട്ട് ഇൻ ടൈംസ് ഓഫ് മണി മാത്രം പോയിരിക്കുന്നത്. 727% വർധനമാണ് വീറ്റ് എക്സ്പോർട്ട് 2019, 20, 2020, എത്തിയിരിക്കുന്നത്. മറ്റു ധാന്യങ്ങൾ 1318 കോടിയിൽ നിന്ന് 4542 കോടി രൂപയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അരി കയറ്റുമതി, ബസുമതി അരി മാറ്റി നിർത്തി കഴിഞ്ഞാൽ 132% വർദ്ധിച്ചിരിക്കുന്നത്. 1330 കോടിയിൽ നിന്ന് 30,277 കോടി രൂപയിലേക്കാണ് അരിയുടെ എക്സ്പോർട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ട് തിരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു സമരമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ആ സമരത്തിനകത്ത് ന്യായമുണ്ടാവട്ടെ അന്യായമുണ്ടാവട്ടെ എന്തുമുണ്ടാവട്ടെ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തേണ്ടത് ചർച്ച നടത്തും. പക്ഷെ കാർഷിക രംഗം ആകെ തകർന്നു പോയി ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പച്ച വെളിച്ചം പോലെ നിൽക്കുന്ന ഈ കണക്കുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി.